മോന്റെ കുടിയിരിക്കൽ ഇപ്പൊ രാവിലെ നമ്മൾ എപ്പോഴാ പോവുക, നിങ്ങൾ ഇങ്ങോട്ട് വരണോ, നമ്മൾ ഒരുമിച്ച് എങ്ങനെ ഈ വാപ്പ അറിഞ്ഞിട്ടെന്നല്ല. അപ്പൊ ഈ ഉപ്പ ഒന്നും മിണ്ടിയില്ല. ഉപ്പ വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, എന്റെ മോന്റെ കുടിയിരിക്കലാണ് ഇത്ര നാളെ രാവിലെ. അപ്പൊ ഈ തള്ള നമുക്ക് പോണട്ടാ. അപ്പൊ ഈ വാപ്പ എന്താ പറഞ്ഞറിയോ, പോയ എന്നെ അടിച്ചാട്ടു, അന്നി ഇനി രണ്ടാളി മാത്രമേ വിളിക്കാത്തുള്ളൂ. അതോ ഇങ്ങനെ ഈ സാധുക്കളെ, ആ പാവങ്ങൾ സുബഹി നിസ്കരിച്ച് വരാന്തയിൽ ഇരിക്കുക. വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഇറച്ചും പത്തിരൊക്കെ കഴിച്ചു വരുന്നവരില്ലേ, നാട്ടുകാർ ചോദിക്കുകയാണ് ഈ പാവങ്ങളോട്, നിങ്ങൾ മോന്റെ കുടിയിരിക്കലിന് പോയില്ലെങ്കിൽ രണ്ടാളും എത്ര വിഷമുണ്ടാകും. പക്ഷേ ആ ആഴ്ചയിൽ അല്ലാഹു തആല ഉളരിപ്പിക്കുന്നുണ്ടല്ലോ, ഇന്നല്ലാഹ ലയുഅജ്ജുലു എന്ന് പറഞ്ഞില്ലേ. ആ ആഴ്ചയിൽ അവർ അപകടത്തിൽപ്പെട്ടു, അവർ ബൈക്കപകടത്തിൽപ്പെട്ടു. അന്ന് മഞ്ചേരി താലൂക്ക് ആശുപത്രിയാണ്. അങ്ങനെ ബൈക്കപകടത്തിൽപ്പെട്ട് അവൻ താലൂക്ക് ആശുപത്രിയിൽ അവനെ കൊണ്ടുപോയി ബോധം കെട്ട് കിടക്കുക. അയൽപ്പക്കക്കാര് വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, നിങ്ങളുടെ കുരുത്തക്കേട് മകന് കിട്ടിയിട്ടുണ്ട്, സന്തോഷിപ്പിക്കാൻ പറഞ്ഞതാ. പക്ഷെ ഉമ്മ 10-16 കൊല്ലായിട്ട മോനെ കാണാത്ത ഉമ്മ. ആ ഉമ്മ, എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്, എന്റെ മോന് എന്റെ കുട്ടി, അത് വിളിക്കാൻ നമ്മുടെ ഉമ്മയേ ഉള്ളൂ മക്കളെ, നമ്മുടെ ഉമ്മയേ ഉള്ളൂ. എന്റെ മോൻ എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്. അപ്പൊ അയൽവാസികൾ പറഞ്ഞു, അവൻ ബൈക്കിൽ നിന്ന് തെറിച്ച് വീണിട്ട് ബോധം കെട്ട് താലൂക്ക് ഇന്ന ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്. മോനെ, കല്യാണം അടുത്തടുത്ത് കഴിച്ച എന്റെ മക്കളെ, ചെറുപ്പക്കാരെ, ഒരമ്മായുമ്മയാണെങ്കിൽ ഡ്രസ്സ് മാറ്റിയിട്ടേ പോകൂ പുതിയത്, ഭാര്യയാണെങ്കിൽ ഡ്രസ്സ് മാറ്റും. ഉമ്മ ആ പഴയ വസ്ത്രം വേറെ ധരിക്കാൻ കൂട്ടാക്കുന്നില്ല, കാരണം മോനല്ലേ കിടക്കുന്നത്. ആ ഉമ്മ ഓട്ട വിളിച്ച് മഞ്ചേരി ആശുപത്രിയിൽ പോയി മോൻ കിടക്കുന്ന റൂമിലെത്തി. എന്നിട്ട് ആ റൂമിൽ മകനെ കണ്ടു. മോന്റെ ചുണ്ടത്ത് ഉമ്മ വെള്ളമൊഴിച്ചു. ഉമ്മല്ലേ വെള്ളമൊഴിക്കുന്നത്, അതിൽ ചില ശിഫയൊക്കെ ഉണ്ടാവും. ചുണ്ടത്ത് വെള്ളമൊഴിച്ചപ്പോ മകൻ കണ്ണു തുറന്നു. അപ്പൊ ഈ ഉമ്മ മോന്റെ മുഖത്ത് അടുപ്പിച്ച് നോക്കിയിട്ട്, മുഖം അടുപ്പിച്ചിട്ട്, മോനെ ഉമ്മയാണെന്ന് പറയുമ്പോ ആ മോൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മക്ക് പൊരുത്തപ്പെടൂലേ, ഉമ്മ പൊരുത്തപ്പെട്ടു തരുമോ. അപ്പൊ ആ ഉമ്മ ഈ മകന്റെ കവിളത്ത് മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ഞാനെല്ലാം പൊരുത്തപ്പെട്ടു, എന്റെ മോനോട് എനിക്കൊന്നുമില്ല. ആ ഉമ്മ അടച്ചു കൂട്ടുകയാണ്. ഈ ഉമ്മാനെ വലിച്ചെറിഞ്ഞ്, ഉപ്പാനെ വലിച്ചെറിഞ്ഞ് ഏതെങ്കിലും ഭാര്യ വീട്ടിലോ വാടക വീട്ടിലോ ഈ പാവങ്ങളെ വലിച്ചെറിഞ്ഞു പോയാൽ, എടോ, അനുഭവിച്ചിട്ടേ നീ മരിക്കൂ. മക്കളെ കൊണ്ട് നീ അനുഭവിക്കും, മക്കളെ നിന്നെ ഉറപ്പിക്കും, മക്കൾ നിന്റെ മുഖത്ത് കൈവെക്കും. സൂക്ഷിക്കണമെന്ന് ഞാൻ കല്യാണം കഴിച്ച എന്റെ അനുജന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. പാവങ്ങളാണ്, മാതാപിതാക്കൾ സാധുക്കളാണ്, അവരുള്ളപ്പോ അറിയൂല, പോകണം. അല്ലാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ, മരണപ്പെട്ടവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കട്ടെ.